പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂണിളകി വീണ് 4 വയസ്സുകാരനെ ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിറാമാണ് മരിച്ചത്. ഫോട്ടോ എടുക്കാനായി തൂണിൽ ചാരിയപ്പോഴാണ് അപകടം. ബന്ധുക്കളുടെ മുൻപിൽ വെച്ചായിരുന്നു ദാരുണ സംഭവം. 11:30 കണ്ടായപ്പോൾ അവിടെ വന്നേ. അതെന്തുവാന്ന് നമുക്കറിയില്ല. അവനെങ്ങനെ പിടിച്ച് ഞങ്ങൾ അതിനകത്ത് പിടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇനി മാറി നിൽക്കുമായിരുന്നു. ഇല്ലില്ല, ഞാൻ ഒത്തിരി ദൂരെയാണ്. ഞാൻ അന്നേരം ആ കുഞ്ഞിൻ്റെ തള്ള അയ്യോ കുഞ്ഞെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നപ്പോഴാണ് ഞാൻ കയറി എടുത്തോണ്ട് അങ്ങനെ ഫസ്റ്റ് എഡിലോട്ട് ഓടിപ്പോയേ. അന്നേരം അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അല്ലല്ല, അവിടെ തന്നെ ഉണ്ടല്ലോ, തൊട്ടടുത്ത് അവിടെ കൊണ്ട് കയറ്റി. അന്നേരം അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞായിരുന്നേ. ഇവിടെ ഇങ്ങനെ ആഴത്തിലുള്ള ഇവിടെ പറയുന്നുണ്ട്. AV ജയശങ്കറാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ദാരുണമായ സംഭവം ഒപ്പം ഞെട്ടിക്കുന്നതുമാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അതായത് കീർത്തന, ഇന്ന് 11:45 ഇത്തരത്തിലൊരു ദാരുണ സംഭവം കോന്നിയിൽ ആനക്കൂട്ടിൽ ഉണ്ടാകുന്നത്. അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം ഉൾപ്പെടെ നടത്തി ഈ 4 വയസ്സുകാരൻ അഭിരാമും കുടുംബവും കോന്നി ആനക്കൂട്ടിൽ സന്ദർശനത്തിനെത്തി. അങ്ങനെ അവിടെ എത്തുകയും അവിടെ ഉള്ള ഒരു പഴയ തൂണ്, ഒരു പണ്ട് മറ്റു കാര്യങ്ങൾക്കോ ഫെൻസിങ്ങൊക്കെ ആക്കിയിരുന്ന തൂണാണ്. പിന്നീട് അത് സൗന്ദര്യവൽക്കരണം നടത്തി അവിടെ നിലനിർത്തുന്ന സാഹചര്യമായിരുന്നു. ഈ തൂണിനോട് ചേർന്നുകൊണ്ട് ഈ അഭിരാം കളിക്കുകയും അതിനോട് ചേർന്ന് ഫോട്ടോ എടുക്കാനുള്ള ശ്രമം നടത്തി. ഇതിനിടയിലാണ് ഈ തൂണ് ഇത്തരത്തിൽ ദേഹത്ത്, ഈ 4 വയസ്സുകാരൻ്റെ ദേഹത്ത് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. തൂണിൻ്റെ ബലക്ഷയം ഒപ്പം തന്നെ മറ്റു പ്രശ്നങ്ങൾ തന്നെയാണ് ഈ അപകട കാരണമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ തൂണിനടിയിലെ മണ്ണുൾപ്പെടെ ഒലിച്ചു പോയതായി ചില വിവരങ്ങളുണ്ട്. എന്തായാലും ഇതുമായി സംബന്ധിച്ച് പോലീസും വനം വകുപ്പും ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. അന്വേഷണത്തിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും ഈ അഭിരാമിൻ്റെ ഭൗതികദേഹം നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരെ സംബന്ധിച്ച ഇത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം ഒരു അവധി ദിവസം, ഒരു ആഘോഷങ്ങളുടെ ഭാഗമായി ഇത്തരത്തിൽ ആനക്കൂട്ടിൽ സന്ദർശിക്കുന്നതിന് പിന്നാലെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. ഈ തൂണ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തൂണിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ തൂണ് കേന്ദ്രീകരിച്ച് ഏതെങ്കിലും അപായ മുന്നറിയിപ്പോ മറ്റു കാര്യങ്ങളോ വനം വകുപ്പ് സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ ഈ തൂണിന് വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. ഇത് അവിടെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായിരുന്നു. പിന്നീട് അത് മോടി കൂട്ടി അവിടെ സൗന്ദര്യവൽക്കരണം നടത്തിയതിനു ശേഷം അവിടെ നിലനിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തൂണിൻ്റെ കാലപ്പഴക്കം തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് അനൗദ്യോഗികമായും വനം വകുപ്പിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരം. പക്ഷേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കണം. എന്തായാലും കോന്നി പോലീസ്, കോന്നി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉൾപ്പെടെ ഈ ആനക്കൂട്ടിൽ സന്ദർശനം ഇതിനകം നടത്തിയിട്ടുണ്ട്. ഇവരും സമാന്തര അന്വേഷണം ആരംഭിച്ചു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടത്തിന് പിന്നാലെ ആനക്കൊട്ടിലിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ആനക്കൊട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് നിലവിൽ. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും വനം വകുപ്പും പോലീസും ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം നടക്കും. എന്തായാലും അഭിരാം എന്ന 4 വയസ്സുകാരന് ജീവൻ നഷ്ടമായിരിക്കുന്നു. കുടുംബം ഇതിൽ വലിയ ദുഃഖത്തിലാണ്. കാരണം അമ്മയുടെയൊക്കെ കൺമുന്നിൽ വെച്ചുകൊണ്ടാണ് തൻ്റെ മകൻ്റെ ജീവൻ നഷ്ടമായത്. വലിയ ദാരുണ സംഭവമായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കുട്ടിയുടെ ഭൗതികദേഹം നിലവിൽ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തി ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ സംഭവത്തിൽ കൃത്യമായൊരു അന്വേഷണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിലായിരിക്കും എന്താണ് ഈ തൂണ് മറിഞ്ഞു വീണുള്ള കാരണം സംബന്ധിച്ചൊരു കൃത്യതയും വ്യക്തതയും ഉണ്ടാവുക. കീർത്തന, ശരി. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലാണ് തൂൺ മറിഞ്ഞു വീണ് 4 വയസ്സുകാരൻ മരിച്ചത്. AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.